രാധേ, നീ ആരുടെ കൂടെയാ വന്നത്? ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നതല്ലേ. ഓഹോ, ഇറങ്ങിപ്പോന്നതാണ്. എന്റെ മോളിൽ അങ്ങോട്ട് പോകണ്ട. ഇതുവരെ നടന്നൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി അവളെ അവിടെ പിടിച്ചു നിർത്താൻ പോകുന്നത്? മാധവി, അവൾ ആ വീട്ടിൽ പോയി കിടന്ന് അറിയിക്കേണ്ട ആവശ്യമില്ല. അത് അവളുടെ ഭർത്താവിന്റെ വീടാ. നീ അതും ഇതും പറഞ്ഞ അവളെ വേദനിപ്പിക്കാതെ. മകളെ വേദനിക്കരുതെന്ന് അച്ഛൻ നേരത്തെ ഓർമ്മിക്കണമായിരുന്നു. നീ വാ മോളെ. ഈ കാണിക്കുന്ന വാത്സല്യം വീണ്ടും അവളോട് കാണിക്കുന്ന ദ്രോഹമാണ്. പിന്നെ അവളെ ഇവിടുന്ന് ഇറക്കിടണമെന്നാണോ നീ പറയുന്നത്? അവൾ ഭർത്താവുള്ളവളാണ്. അവന്റെ അനുവാദത്തോടു കൂടി മാത്രമേ അവൾ ഈ വീട്ടിൽ വരാൻ പാടും. ആ തെണ്ടിയുടെ അനുവാദമില്ലാതൊന്നുകൊണ്ട് അമ്മയുടെ തറവാടത്തോളം കൂടെ ആകെ തകർന്നു പോയില്ലേ? ആഹാ രാധേ, നീ അങ്ങോട്ട് പോകണ്ട. പോകണ്ടെന്ന് പറയാൻ നീ ആരാടാ? അവൻ പറഞ്ഞാൽ എന്താടി? അവൻ അവളുടെ സഹോദരനാ. സഹോദരനേക്കാൾ ഇന്ന് അവൾക്ക് വലുത് അവളുടെ ഭർത്താവാണ്. ഭർത്താവ്? അവനിഞ്ഞൊരു വേറെ അന്വേഷണം ഉണ്ട്, ഞാൻ കാണിച്ചു കൊടുക്കാം. നീ വാടി മോളെ. വേണ്ട വേണ്ട, ശാന്ത വന്നോളൂ. സൂക്ഷിച്ച്. ശാന്തേ, എവിടെ പോയിരുന്നു? അമ്പലത്തിൽ. ശാന്തിയോടൊരു കാര്യം പറയണമെന്ന് ഞാൻ കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുകയായിരുന്നു. എന്താ? ഏതായാലും നമ്മളിപ്പോ ബന്ധുക്കളല്ലേ? ഞങ്ങളെ ബന്ധുക്കളായിട്ട് നിങ്ങൾ അംഗീകരിക്കുമോ? കഴിഞ്ഞതെല്ലാം മറക്കൂ ശാന്തി. പിന്നെ ബാലൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കല്ലേ? ശാന്തി നിൽക്കൂ. നിന്റെ ഇന്നത്തെ സ്ഥിതിയിൽ എനിക്ക് വളരെ സഹതാപമുണ്ട്. നീ മറ്റൊരാളുടെ ഭാര്യയാണെന്നുള്ള കാര്യം ഞാനത്ര കാര്യമാക്കുന്നില്ല. നിന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹവുമുണ്ട്. നീ ആ ചൂളക്കാരെ നിങ്ങൾ മറന്നേക്കും. നീ എന്നെ ആട്ടിയില്ലേ? ഇതാരംഭമാണ്. എന്തുവേണം? ഞാൻ എന്റെ ഭാര്യയോട് സംസാരിക്കാൻ വന്നതാണ്. അവൾ കുടവും തല്ലിപ്പൊട്ടിച്ച് എന്റെ അമ്മയെ ധിക്കരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അവളിനി നിന്റെ വീട്ടിലേക്ക് വരില്ല. വേണമെന്നില്ല. ഞാൻ ക്ഷണിക്കാനുമല്ല വന്നിരിക്കുന്നത്. പിന്നെ ഞാനൊരു താലി അവളുടെ കഴുത്തിൽ കെട്ടിയിട്ടുണ്ട്. അത് അഴിച്ച് ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തേക്കാൻ അവളോട് പറയണം.